നമസ്കാരം. ലോകം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് സമാനതകളില്ലാത്ത രീതിയിലുള്ള വലിയൊരു ആക്രമണ രീതിയാണ് ഇസ്രായേൽ ലെബനനിൽ ഹിസ്ബുള്ളയെ നേരിടാനായിട്ട് പ്രയോഗിച്ചത്. അതിൽ പ്രധാനമായിട്ടും പേജറുകൾ പൊട്ടിത്തെറിച്ചതിന് പിന്നാലെ വോക്കി ടോക്കികളും അടക്കം തന്നെ, അതുപോലെ പോക്കറ്റ് റേഡിയോകളും സോളാർ സിസ്റ്റവും അടക്കം പൊട്ടിത്തെറിച്ചതോടെ ലെബനീസ് ജനത ഇപ്പോൾ അതീവ ഭയാനകമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. എന്തിനേറെ പറയണം, എതിരാളികളുടെ മനസ്സുകളിൽ പോലും ഇപ്പോൾ ഭയം നിറഞ്ഞ് അവരെ നിർവീര്യമാക്കുക എന്ന തന്ത്രമാണ് മൊസാദ് പയറ്റിയതെന്നാണ് ഈ യുദ്ധരംഗത്തെ വിദഗ്ധർ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത്. അക്കാര്യത്തിൽ അവർ ഇതിനോടകം തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ആ ജനതയുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് എപ്പോൾ പൊട്ടിക്കും, എന്താണ് പൊട്ടിക്കുക എന്നതാണ് ചോദ്യമായിരിക്കുന്നത്. എന്തുപകരണമായിരിക്കും പൊട്ടിത്തെറിക്കുക? ഫ്രിഡ്ജാണോ, ടി വി ആണോ, മൊബൈൽ ഫോണാണോ? ഈ ഒരു ഭീതിയിലാണ് ഇപ്പോൾ ലെബനൻ ജനത. അതുകൊണ്ട് തന്നെ ഭയത്തോടെ എല്ലാം വലിച്ചെറിയുകയാണ് ഇപ്പോൾ അവർ. ബെയ്റൂട്ടിലെ തെരുവുകളിൽ കാണുന്ന ജനങ്ങളുടെ എല്ലാം തന്നെ കണ്ണുകളിൽ ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഭീതിയാണ്. ഒരു പടക്ക പൊട്ടുന്നതിന് സമാനമായിട്ട് പോക്കറ്റുകളിൽ കിടന്ന ഈ പേജറുകൾ ആദ്യം പൊട്ടി. അതിന് പിന്നാലെ പേജർ സ്ഫോടനത്തിൽ മരിച്ചവരെ സംസ്കരിക്കാൻ തുനിഞ്ഞപ്പോൾ അവിടെ വോക്കി ടോക്കികളും എല്ലാം തന്നെ പൊട്ടിത്തെറിച്ചു. ആദ്യ സ്ഫോടനത്തിൻ്റെ ഷോക്ക് മാറുന്നതിന് തൊട്ട് മുൻപ് അടുത്ത ഭയത്തിലേക്ക് ജനങ്ങളെ ഇപ്പോൾ എടുത്തെറിയപ്പെട്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ ഇപ്പോൾ ഇലക്ട്രോണിക് വസ്തുക്കളെ വലിയ ഭയപ്പാടോടെയാണ് ഇപ്പോൾ ലെബനീസ് ജനത നോക്കിക്കാണുന്നത്. കാരണം അതിഭയാനകമായിരുന്നു ലെബനീസ് തെരുവുകളിൽ കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകളെന്ന് പറയുന്നത്. ഒരു വശത്ത് ചോരയിൽ കുളിച്ചു കിടക്കുന്ന മനുഷ്യർ, ചിതറിയ ശരീരഭാഗങ്ങൾ, അതുപോലെ തന്നെ പുറത്തേക്ക് തെറിച്ചു നിൽക്കുന്ന കണ്ണുകളുള്ള ശരീരഭാഗങ്ങൾ, അതുപോലെ കിടക്കാൻ പോയിട്ടൊന്നും നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ അവിടെയുള്ള ആശുപത്രികൾ, അങ്ങനെ ഭയാനകമാണ് അവിടുത്തെ ഓരോ നിമിഷവും എന്ന് പറയുന്നത്. ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3:30 മുതൽ 1 മണിക്കൂർ നേരത്തേക്ക് അക്ഷരാർത്ഥത്തിൽ ശരിക്കും ലെബനൻ നിന്ന് കത്തുകയായിരുന്നു. ആയിരക്കണക്കിന് പേജറുകൾ ഒന്നിച്ച് പൊട്ടിത്തെറിക്കുന്ന അതിഭയാനകമായിട്ടുള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. തുടർന്ന് ഇന്നലെ കൊല്ലപ്പെട്ടവരുടെ ശവസംസ്കാര വേളയിൽ പോലും വോക്കി ടോക്കികൾ പോലും പൊട്ടിത്തെറിച്ച് വീണ്ടും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന സാഹചര്യമുണ്ടായി. എല്ലാം ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് പ്രവർത്തിക്കാൻ വളക്കൂറ് ഒരുക്കിയ ആ മണ്ണിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ഇപ്പോൾ അമ്പരപ്പിലാക്കിയിരിക്കുകയാണ്. ബെയ്റൂട്ടിലെ പ്രാദേശിക മാധ്യമപ്രവർത്തകനായ ഹസൻ ഹർഫൌഷ് ഒരു വിദേശ മാധ്യമത്തോട് വെളിപ്പെടുത്തിയ കാര്യങ്ങൾ ലെബനൻ ജനത എത്രത്തോളം ഭയപ്പെട്ടാണ് ഈ ദിവസങ്ങളിൽ കഴിഞ്ഞുകൂടുന്നത് എന്നതിൻ്റെ തെളിവായി തന്നെ ഇപ്പോൾ മാറിയിരിക്കുകയാണ്. ബെയ്റൂട്ടിൽ പേജർ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട 4 പേരുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു ഹർഫൌഷും അതോടൊപ്പം തന്നെ സഹപ്രവർത്തകരും. പെട്ടെന്നാണ് തുടർച്ചയായിട്ട് സ്ഫോടന ശബ്ദം മുഴങ്ങുന്നത്. സ്ത്രീകൾ കൂട്ടത്തോടെ നിലവിളിച്ചു. സംസ്കാര സ്ഥലത്തേക്ക് മൃതദേഹങ്ങളും കൊണ്ട് വരികയായിരുന്ന ആംബുലൻസ് സ്ഫോടനത്തിൽ കത്തുന്നത് അവർ നോക്കി നിന്നു. എന്നാൽ സംഭവസ്ഥലത്തുണ്ടായിരുന്ന ഹിസ്ബുള്ള നേതാക്കളാകട്ടെ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന ഭാവത്തിലായിരുന്നു നിന്നിരുന്നത്. എന്നാൽ രണ്ടാം ഘട്ടം ആക്രമണം ആരംഭിക്കുകയാണെന്ന് തങ്ങൾക്ക് മനസ്സിലായെന്ന് ഹർഫൌഷ് വെളിപ്പെടുത്തുകയുണ്ടായി. തുടർന്ന് വാക്കി ടോക്കികളും അതോടൊപ്പം തന്നെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിക്കുന്ന കാഴ്ചയാണ് അവർ കണ്ടത്. ലെബനനിൽ നേരത്തെയും ഇത്തരം പല രീതിയിലുള്ള ആക്രമണങ്ങൾ താൻ കണ്ടിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ഭയാനകമായിട്ടുള്ള ഒരു ഭീകര ആക്രമണം ഇതാദ്യമായിട്ടാണ് കാണുന്നത് എന്നാണ് ഫർഹൌഷ് പറയുന്നത്. ബെയ്റൂട്ട് നഗരമാകെ ഭീതിയുടെ പിടിയിലാകാൻ പിന്നെ നിമിഷങ്ങളെ വേണ്ടി വന്നുള്ളൂ. പിന്നീട് സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ വാട്സാപ്പുകളിലും ഒക്കെ തന്നെ സന്ദേശങ്ങൾ നിരന്തരമായിട്ട് ഇത്തരത്തിൽ പരങ്ങാനായിട്ട് തുടങ്ങി. സോളാർ പാനൽ, അതോടൊപ്പം തന്നെ ബാറ്ററി, ഫ്രിഡ്ജ് തുടങ്ങി എന്തും പൊട്ടിത്തെറിക്കാമെന്നായിരുന്നു പല സന്ദേശങ്ങളിലും ഉണ്ടായിരുന്നത്. മൊബൈൽ ഫോണുകൾ പൊട്ടിത്തെറിക്കുന്നതായിട്ട് പലരും വ്യാജ വാർത്തകൾ പോലും പ്രചരിപ്പിച്ചിരുന്നു. ചിലരാകട്ടെ തീപിടുത്തമുണ്ടായാൽ അത് അണയ്ക്കുന്നതിനായിട്ട് അഗ്നിശമന യന്ത്രങ്ങൾ വാങ്ങാനായിട്ട് പോലും ഓട്ടമായി. മാത്രമല്ല ബെയ്റൂട്ടിലെ ഒരു ആശുപത്രിയിൽ താൻ കണ്ട കാഴ്ചകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നാണ് ഹർഫൌഷ് ഇപ്പോൾ പറയുന്നത്. അതായത് ആ കാഴ്ച ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ്റെ മുഖത്തെ മാംസമെല്ലാം ഇളകിയിട്ട് അവിടെ അസ്ഥികൾ മാത്രം അവശേഷിക്കുന്ന കാഴ്ചകൾ പോലും ഞെട്ടിക്കുന്നതാണെന്നാണ് ഹർഫൌഷ് പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഈ മനുഷ്യന് അപ്പോഴും ബോധമുണ്ട് എന്നതാണ് തന്നെ അത്ഭുതപ്പെടുത്തിയതെന്നും ഹർഫൌഷ് പറയുന്നു. ഭൂരിപക്ഷം പേർക്കും മുഖത്ത് ഗുരുതരമായിട്ട് പരിക്കേറ്റത് കാരണം കാഴ്ച നഷ്ടപ്പെട്ട കാര്യവും ഡോക്ടർമാർ പറയുന്നുണ്ട്. എന്തിനാണ് പറയണം, അവയവങ്ങൾ നഷ്ടപ്പെട്ട നിലയിലാണ് പലരെയും ആശുപത്രികളിൽ പോലും എത്തിച്ചത്. വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് 20ഓളം ആളുകളാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ചൊവ്വാഴ്ച പേജറുകൾ പൊട്ടിത്തെറിച്ച് 12ഓളം ആളുകൾ കൊല്ലപ്പെടുകയും 3000-നടുത്ത ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് ബുധനാഴ്ച വാക്കി ടോക്കി ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. എത്ര വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചുവെന്ന് ഇതുവരെ വ്യക്തതയില്ല. 450 പേർക്കാണ് പരിക്കേറ്റത്.
ലെബനൻ തലസ്ഥാനമായിട്ടുള്ള ബെയ്റൂത്തിലെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ബെക്ക മേഖലയിലുമാണ് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചത്. എത്ര എണ്ണം ഇത്തരത്തിൽ പൊട്ടിത്തെറിച്ചുവെന്നതടക്കം കൂടുതൽ കാര്യങ്ങൾ അറിവായിട്ടില്ലെന്ന് ലെബനൻ മാധ്യമങ്ങൾ തന്നെ പറയുന്നത്. ഒരുപക്ഷെ ഇസ്രയേൽ ഹാക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിൽക്കുന്ന സ്ഥലം കണ്ടെത്താനും സാധ്യതയുള്ളതിനാൽ തന്നെ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഹിസ്ബുള്ള നേതാവ് ഹസൻ നസ്രുല്ല അംഗങ്ങളുടെ മൊബൈൽ ഫോൺ ഉപേക്ഷിക്കാനായിട്ട് ആവശ്യപ്പെട്ടത്. ഇതേ തുടർന്ന് തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോയിൽ നിന്ന് ഹിസ്ബുള്ള പേജറുകൾ വാങ്ങി അംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു. തങ്ങളുടെ ബ്രാൻഡ് നെയിമിൽ ഹംഗറിയിലെ BAC കൺസൾട്ടിംഗ് എന്ന കമ്പനിയാണ് ഇത് നിർമ്മിച്ചതെന്നാണ് ഇപ്പോൾ തായ്വാൻ കമ്പനി പ്രതികരിച്ചിരിക്കുന്നത്. പൊട്ടിത്തെറിച്ച പേജറുകളിൽ നിർമ്മാണ ഘട്ടത്തിൽ തന്നെ 3 ഗ്രാം സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ചിരുന്നതായിട്ടാണ് പ്രാഥമിക നിഗമനം. ബാറ്ററിക്കുള്ളിലാണ് സ്ഫോടക വസ്തു ഒളിപ്പിച്ചതെന്നാണ് റിപ്പോർട്ട്. പ്രത്യേക സന്ദേശം അയച്ചുകൊണ്ട് ഒരേ സമയം പൊട്ടിത്തെറിക്കുന്ന വിധത്തിലെ ഓപ്പറേഷന് പിന്നിൽ ചുരുങ്ങിയത് 3 മാസത്തെ ഒരു ആസൂത്രണമുണ്ടെന്നാണ് ഇപ്പോൾ വിലയിരുത്തുന്നത്. നേരത്തെ തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന സ്മാർട്ട് ഫോണുകൾക്ക് പകരം പേജറുകൾ ഉപയോഗിക്കണമെന്ന് നിർദ്ദേശം നൽകിയത് ഹിസ്ബുള്ള തലവനായിട്ടുള്ള ഹസൻ നസ്രുള്ളയാണ്. സ്മാർട്ട് ഫോണുകൾ വഴിയുള്ള സന്ദേശങ്ങളും മറ്റും ഇസ്രയേൽ പിടിച്ചെടുക്കുമെന്ന് ഭയന്നിട്ടാണ് നസ്രുള്ള ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയത്. തുടർന്ന് 5000-ഓളം പേജറുകൾക്ക് ഓർഡർ നൽകുകയായിരുന്നു. ഈ വിവരം മണത്തറിഞ്ഞ ഇസ്രയേൽ ചാരസംഘടനയായ മൊസാദിൻ്റെ ഇടപെടലിൽ ഈ പേജറുകളിൽ അതീവ സ്ഫോടനശേഷിയുള്ള 3 ഗ്രാമോളം വരുന്ന രാസവസ്തുക്കൾ നിറയ്ക്കുന്നു. ഒരു കോഡടക്കം ചെയ്തിട്ടുള്ള പെട്ടിയും ഇതിലവർ ഒളിച്ചു വെച്ചിരുന്നു. ഒരു തരത്തിലുമുള്ള പരിശോധനകളിൽ ഇവ കണ്ടെത്താനും കഴിയില്ലായിരുന്നു എന്നതാണ് പ്രത്യേകത. മൊസാദ് പ്രത്യേക കോഡ് അയച്ചതോടെ എല്ലാ പേജറുകളിലെയും സ്ഫോടക വസ്തുക്കൾ ആക്റ്റീവ് ആവുകയും ഒരേ സമയം പൊട്ടിത്തെറിക്കുകയായിരുന്നുവെന്നാണ് വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് അവരുടെ വാർത്താ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. ഈ പേജറുകളിൽ 3 ഗ്രാം സ്ഫോടക വസ്തുവാണ് സൂക്ഷിച്ചതെന്നും മാസങ്ങളോളം ഇത് ഹിസ്ബുള്ളയ്ക്ക് കണ്ടെത്താൻ സാധിച്ചില്ലെന്നും ലെബനനിലെ മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ റോയിറ്റേഴ്സിനോട് വെളിപ്പെടുത്തുകയുണ്ടായി. ഒരു തായ്വാൻ കമ്പനിയായ ഗോൾഡ് അപ്പോളോ എന്ന സ്ഥാപനത്തിനെയാണ് അവർ ഇതിൻ്റെ നിർമ്മാണ ചുമതല ഏൽപ്പിച്ചിരുന്നത്. എന്നാൽ ഗോൾഡ് അപ്പോളോ ഇവർ പറയുന്നത് തങ്ങൾ ഇവ നിർമ്മിക്കുന്നതിനുള്ള ഉപകരാർ ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന BAC കൺസൾട്ടിംഗ് എന്ന സ്ഥാപനത്തിന് നൽകിയെന്നാണ് റിപ്പോർട്ട്. പേജറിലേക്ക് അലേർട്ട് വന്നപ്പോൾ ക്യാൻസൽ ചെയ്യാൻ ബട്ടൺ അമർത്തിയപ്പോഴും സ്ഫോടനം ഉണ്ടായി എന്നാണ് ഹിസ്ബുള്ള ചൂണ്ടിക്കാട്ടുന്നത്. ലെബനനുമായി യുദ്ധമുണ്ടായാൽ മാത്രം പൊട്ടിക്കാൻ തയ്യാറായിരുന്ന പേജറുകളാണ് പെട്ടെന്ന് തന്നെ സ്ഫോടനം നടത്താനായിട്ട് ഇസ്രായേൽ തീരുമാനിച്ചത്. തങ്ങൾ പേജറുകളിൽ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുവെന്ന രഹസ്യം ചോർന്നതായിട്ട് സംശയിച്ചതിനെ തുടർന്നാണ് ഇസ്രായേൽ പെട്ടെന്ന് തന്നെ സ്ഫോടനം നടത്തുവാനായിട്ട് തീരുമാനിച്ചത്. എല്ലാ ദിവസവും വാർത്തകൾക്കും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക.